കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കൃഷി, കുടിവെള്ളം, ഗ്രാമീണ ടൂറിസം എന്നിവയ്ക്ക് ഗുണകരമാകുന്ന മല്ലൻകുഴി നീർത്തട പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 2.40 കോടി രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സമ്പത്തിന്റെ വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാലതാമസം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും. അതിന് പരമാവധി സാങ്കേതിക തടസ്സങ്ങളാണ് നൂലാമാലകളായിട്ടുണ്ടാകുന്നത്. അപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി നമുക്ക് പദ്ധതികൾ ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി കഴിയണം. പലപ്പോഴും പല പദ്ധതികളും നീണ്ടുപോകുന്നതിന്റെ കാരണം അതാണ് ഞാനിവിടെ അവസാനം ചോദിച്ചത്, എത്ര കാലമാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ വേണ്ടത്. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചുമാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മാണം, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിലെ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടി 8 സ്ഥലങ്ങളിലായി തടയണ നിർമ്മാണവും ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളും 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, അംഗങ്ങളായ KA അഭിലാഷ്, CV സുഭാഷ്, രമ്യ ഷാജി, ടെസി ഫ്രാൻസിസ്, KR സിമി, മൈമൂന ഷബീർ, MV ധനീഷ് എന്നിവർ സംസാരിച്ചു.